LDF-ലെ ഘടകകക്ഷികൾക്കൊന്നും വലിയ പ്രതീക്ഷയില്ല, വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്ക് പോകുമെന്ന്. പക്ഷേ നയിക്കുന്ന പിണറായി വിജയനുണ്ട്. അത് നമ്മുടെയൊക്കെ പുറമേ കാണിക്കുന്നതാണോ എന്നറിയില്ല. എന്നാലും ഒരു കണക്ക് പോലും പറയുന്നുണ്ട്, 100 അതുക്കും മേലെ പോകും എന്നൊക്കെയാണ് പറയുന്നത്. ഏത് തരത്തിൽ സംഭവിക്കും? അത് പാർട്ടി നേതാവ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അണികളെ തൃപ്തിപ്പെടുത്താനായിട്ട്. അണികൾക്ക് ഞങ്ങൾക്ക് 30 സീറ്റേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ള സീറ്റ് കൂടെ പോകും. അതെ. അപ്പം അവരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് 100-ൽ കൂടുതൽ, ഞാൻ 100-ന്റെ പകുതി പോലും കിട്ടത്തില്ല. ഏത് ജില്ലകളിലായിരിക്കും ഇവർക്ക് വലിയ തകർച്ച സംഭവിക്കാൻ പോകുന്നത്? വലിയ തകർച്ച സംഭവിക്കാൻ പോകുന്നത് ഈ കോട്ടയം, പത്തനംതിട്ടയിൽ 5-ൽ 5 LDF ആണ് ഇപ്പോഴും. അത് പരമാവധി ഒരു സീറ്റ് അല്ലെ രണ്ടെണ്ണം കിട്ടും. ഇടുക്കിയിൽ ഇപ്പം 4 സീറ്റുണ്ട് 5-ല്. അത് ഒരു പരമാവധി 1 അല്ലെങ്കിൽ 2 സീറ്റേ കിട്ടത്തുള്ളൂ. കോട്ടയത്ത് ഇപ്പോഴും വലിയ മെച്ചമില്ല. കോട്ടയത്ത് ഇപ്പോൾ 5 സീറ്റുണ്ട് 9-ല്. അതിലൊരു 2-3 കിട്ടത്തുള്ളൂ. പിന്നെ കോഴിക്കോട് ഇപ്പോൾ 13-ൽ 11 സീറ്റുണ്ട്. ആ 11 എന്നുള്ളത് ഇപ്പോൾ ഒരു 4 സീറ്റായിട്ട് കുറയും. വലിയ തകർച്ചയാണല്ലോ. അവിടെ BJP ശക്തമായിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ അവർക്ക് നല്ല വോട്ട് കിട്ടും. ജയിക്കാനൊന്നും പറ്റില്ല. 35,000 വോട്ടൊക്കെ കിട്ടാം. അവർ ജയിക്കണേ ഒരു 50,000 വോട്ട് വേണം ഒരു ഏത് മണ്ഡലത്തിലായാലും. പിന്നെ അവർക്ക് ക്ഷീണം പറ്റുന്നത് തിരുവനന്തപുരത്തും ക്ഷീണം വരും. തിരുവനന്തപുരത്ത് ഇപ്പോൾ 14-ൽ 13 എന്നുള്ളത് ഒരു 6-7 ആയിട്ട് ചുരുങ്ങും. കൊല്ലത്തായാലും 2 സീറ്റേ ഉള്ളൂ UDF-ന് നിലവിൽ 1 തിരുവനന്തപുരത്തല്ല, കൊല്ലം ജില്ലയിൽ. കൊല്ലത്ത് 2 ഉണ്ട്. കരുനാഗപ്പള്ളിയിലും കുണ്ടറ. ഈ 11-ൽ 2 എന്നുള്ളത് ഒരു 5 ആയിട്ടെങ്കിലും വർദ്ധിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് അല്ല, കൊല്ലത്ത്. തിരുവനന്തപുരത്താണെങ്കിൽ ഒരു സീറ്റ് കിടക്കുന്ന ഒരു 5 എണ്ണമെങ്കിലും ആവും. 5 ഒരു UDF-ന്. തിരുവനന്തപുരത്ത് അപ്പം LDF-ന് മേൽക്കൈ ഉണ്ടെന്നാണോ പറയുന്നത്? LDF-നായിരിക്കും ഇപ്പോഴും മേൽക്കൈ. പക്ഷെ BJP ഉണ്ട്. BJPക്ക് 2 മുതൽ 4 വരെ കിട്ടും. BJPയുടെ നിർണായക ജില്ല എന്ന് പറയുന്നത് അതെ തിരുവനന്തപുരം തന്നെയാണ്. 2 മുതൽ 4 വരെ അവർക്ക് കിട്ടും. UDF-ന് 4 മുതൽ 5 വരെ, LDF-ന് ഒരു 6 മുതൽ 7 വരെ. ഇപ്പോഴും അവർ തന്നെ ഒറ്റയ്ക്ക് വലുത്. അവർ ജില്ലാ പഞ്ചായത്താണ് ഭരിക്കുന്നത്. അവരാണ് ഭരിക്കുന്നത്. പഞ്ചായത്തുകളും പകുതി കൂടുതലുണ്ട്. മുനിസിപ്പാലിറ്റി എല്ലാം അവരാണ് ഭരിക്കുന്നത്. 4 എണ്ണം ഉണ്ട് തിരുവനന്തപുരത്തെ. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിക്കുമ്പോൾ ഈ 30,000-ന് മുകളിലോട്ട് വോട്ട് നേടിയ 38 മണ്ഡലങ്ങളാണ് BJPക്ക് അതൊന്നും പോലെ ജയിക്കാനായിട്ട് ഉള്ളത്. പക്ഷെ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ വീണ്ടും വർധനവുണ്ടാകും. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കുക. ചെറിയ വർധനവുണ്ടാവും, എന്നാലും ജയിക്കാൻ എളുപ്പമല്ല അത്ര. ഒരു 2 മുതൽ ഒരു 10 വരെ സീറ്റ് പ്രതീക്ഷിക്കാം BJPക്ക്. 10 കിട്ടിയാലും വലിയ വിജയമാണത്. അതെ, 1 കിട്ടിയാലും വിജയമില്ല. ഒന്നുമില്ലാതെ അതെ വിജയം തന്നെ. 10 കിട്ടിയാൽ ഭരണം പിടിച്ചു എന്നുള്ളതിന് പോലും തുല്യമാണ്. 2 സീറ്റ് മിനിമം കിട്ടും ഉറപ്പായി. 2 മുതൽ 10 വരെ പോകാം. ഈ അങ്ങനെ ഈ 2 മുതൽ 10 വരെ പോകുമെന്നുള്ളത് കണക്ക് കൂട്ടൽ ഏത് മണ്ഡലങ്ങളായിരിക്കാം കൂടുതൽ സാധ്യത? തിരുവനന്തപുരം ജില്ലയിലെ 2 മുതൽ 4 വരെ വരാം. അത് ഏറ്റവും സാധ്യത. നിയമം ഉറപ്പിക്കാം. പിന്നെ സാധ്യതയുള്ളത് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട 4 എണ്ണം ആയില്ലേ. ഈ 4 എണ്ണമാണ് സാധ്യത. അതിൽ 2 എണ്ണം ഉറപ്പ്. നിയമവും വട്ടിയൂർക്കാവും ആയിരിക്കും മിക്കവാറും. പിന്നെ സ്ഥാനാർത്ഥികളെ കൂടെ അറിയണം കേട്ടോ. ഈ വട്ടിയൂർക്കാവിന് വേണ്ടി ഇപ്പൊ വടംവലി, അതാരാ നിൽക്കുന്നത് അറിയത്തില്ല. ഇപ്പൊ ഒടുവിൽ വന്നിട്ട് ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഏത് സീറ്റ് ചെന്നാലും ജയിക്കും. അതെ, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ വലിയ വർധനവായിരിക്കും. ഇത് ഒട്ടും വോട്ടില്ലാതെ കിടക്കുന്നിടത്ത് സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, സാമാന്യ സ്ട്രെങ്ത് ഉള്ളിടത്ത് അവര് ഇരട്ടി വോട്ടാവും. ഇപ്പൊ മലപ്പുറത്തൊന്നും പോയെന്നാ ജയിക്കത്തില്ല. അവിടെ പക്ഷെ കൊണ്ടു നിർത്തിയാലും അവിടെ നല്ലപോലെ വോട്ട് വർദ്ധിക്കും. ജയത്തിന്റെ അടുത്തെത്തില്ല. അതാണല്ലോ ഈ എപ്പോഴും ശോഭാ സുരേന്ദ്രനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്നത്. ആറ്റിങ്ങല്, കഴക്കൂട്ടത്ത്
ആലപ്പുഴയിൽ അതെ ഒക്കെ കൊണ്ടു നിർത്തി. അത് സ്ഥിരമായിട്ട് അടുപ്പിച്ച് ഒരേ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാം തവണ ജയിക്കും. ശോഭാ സുരേന്ദ്രന്റെ പേര് വട്ടിയൂർക്കാവ് പറയുന്നുണ്ട്, പക്ഷേ ശ്രീലേഖയെ അങ്ങ് സ്വയം പിന്മാറി എന്നും അറിയുന്നുണ്ട്. പിന്നീട് ഉള്ളത് കൃഷ്ണകുമാറിന്റെ പേരാണ് പറയുന്നത്, നമ്മുടെ നടൻ കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ ഒരു സാധ്യത പോലും ഉള്ളതാണ്, കാരണം ഈ സ്ത്രീ ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുണ്ട്. അപ്പം പൊതുവേ ഉള്ള ഒരു വട്ടിയൂർക്കാവിൻ്റെ ഒരു പൊതുവേ ഒരു BJP വികാരവുമുണ്ട്. അപ്പോൾ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ അവർക്ക് അത്ര പെട്ടെന്ന് സെൻട്രൽ ജയിക്കത്തില്ല. ഇല്ല, എന്തുകൊണ്ടാണ്? സെൻട്രലിൽ ഈ ന്യൂനപക്ഷങ്ങൾ കൂടുതലുണ്ട് കടൽ തീരത്തെ. അപ്പോൾ അവിടെ ജയിച്ചു വരാൻ പറ്റത്തില്ല. ഒന്നുകിൽ UDF ജയിക്കും, UDFനാണ് കൂടുതൽ സാധ്യത, ഇല്ലെങ്കിൽ LDF. അത് CMB മത്സരിക്കുമെന്നാണ് അറിയുന്നത്. CP ജോണിക്ക് കൊടുക്കുമെന്ന് തോന്നുന്നു. കൊടുത്താൽ CMB ജയിക്കും. CP ജോണ് വന്നാൽ UDFും വന്നാൽ ഒരു മന്ത്രിയായിരിക്കും. അതെ, ഉറപ്പാണ്. പിന്നെ നമുക്ക് ഈ എടുത്ത് പറയാവുന്ന തൃശ്ശൂർ ടൗൺ മണ്ഡലം ഉണ്ടല്ലോ, അത് BJPക്ക് ചെറിയ സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ ആ ഒരു തിളക്കത്തിൽ തൃശ്ശൂർ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് ഒരു 3-4 സീറ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനോടുകൂടി ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലായിട്ടിരിക്കും. അതുപോലെ കൊടുങ്ങല്ലൂരും പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ജയിക്കാനൊന്നും പറ്റില്ല, നല്ല വോട്ട് കിട്ടും. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും അവർക്ക് ഭരണം കിട്ടിയില്ല. ഭരണത്തോടടുത്ത് വന്നതാണ്. ഇപ്പോഴും 30, എനിക്ക് തോന്നുന്നത് 20 സീറ്റോ മറ്റോ ഉണ്ട്. 40 പകുതിയോട് അടുപ്പിച്ചുണ്ട്. ഈ പാലക്കാട് ഇവർക്ക് നോട്ടം. പാലക്കാടൊന്നും ജയിക്കാൻ പറ്റും, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും സീറ്റ് കൊടുക്കില്ല കോൺഗ്രസ്. അത് രാഹുൽ എങ്ങനെ നിൽക്കുന്ന അനുസരിച്ചിരിക്കും. രാഹുൽ വല്ല വിമതനായിട്ട് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട് കുറയും, അപ്പം BJP ജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ രാഹുലിനെ BJP റാഞ്ചണം. അതിന് സാധ്യത കുറവാണ്. കാരണം അയാൾ ഒരു BJP വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് നേരത്തെ. എല്ലാവരും BJP വിരുദ്ധ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് പിന്നീട് ഇങ്ങോട്ട് വന്നതുമൊക്കെ. അല്ല, അതിന് സാധ്യത കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ BJPയിലേക്ക് പോകാൻ സാധ്യത. ഈ LDFിൽ തന്നെ പല ഘടകകക്ഷികൾ എനിക്ക് തോന്നുന്നു ഇല്ലാതാകും. ഘടകകക്ഷികൾ ഈ ജനാധിപത്യ കേരള കോൺഗ്രസിന് ഒരു സീറ്റുണ്ട്, ആന്റണി രാജു. തിരുവനന്തപുരം അയാൾക്ക് ടിക്കറ്റ് പോലും കൊടുക്കത്തില്ല. തീർന്നപ്പം CPM അങ്ങ് ഏറ്റെടുക്കും. പാർട്ടിയിൽ വേറെ ആർക്കും കൊടുക്കാനും സാധ്യത കാണില്ല. പിന്നെ NCPക്ക് കുട്ടനാട് ആ സീറ്റ് അവർ കൊടുത്താലും ജയിക്കത്തില്ല. UDF ജയിക്കും അവിടെ. പിന്നെ ഉള്ളത് NCPക്ക് ഒരു സീറ്റ്, 2 സീറ്റാണ് അവർ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ എലത്തൂര്, അത് ശശീന്ദ്രൻ മത്സരിക്കുമെന്ന് പറയുന്നു. ജയിച്ചുകൊണ്ടിരുന്നത് ശശീന്ദ്രന് അണികൾ പറയുന്നത് ശശീന്ദ്രൻ വേണ്ട, ഇനിയും പാർട്ടി കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ശശീന്ദ്രൻ 82 വയസ്സായി. ശശീന്ദ്രൻ ഇനി മാറി നിൽക്കുന്നതാണ് നല്ലത്. ശശീന്ദ്രൻ അത് എലത്തൂർ സീറ്റും NCPക്ക് കൊടുക്കാൻ സാധ്യത കുറവാണ്. അപ്പം കുട്ടനാട് കൊടുത്താലും ജയിക്കത്തില്ല. കുട്ടനാട് പിന്നെ പെയ്ഡ് സീറ്റാന്ന് തോന്നുന്നല്ലേ? അതെ, പെയ്ഡ് സീറ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നു എലത്തൂർ ഇവരങ്ങ് എടുക്കും ചിലപ്പോൾ. എലത്തൂർ ചിലപ്പോൾ LDF എടുക്കാൻ, ഈ CPM എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ സീറ്റ്. അത് സീറ്റ് കൊടുക്കത്തില്ല. കടന്നപ്പള്ളി ഇനി മത്സരിക്കാൻ സീറ്റ് മത്സരിക്കില്ല. പാർട്ടിയിൽ വേറെ നേതാക്കന്മാരും UDF ജയിക്കും അവിടെ. കടന്നപ്പള്ളിയുടെ പാർട്ടിയിൽ വേറെ നേതാക്കന്മാരൊന്നും ഇല്ല, ആരുമില്ല. കടന്നപ്പള്ളിയാണ് അതിൻ്റെ എല്ലാം. അപ്പം ഈ 2-3 ഘടകകക്ഷികളെ അങ്ങ് CPM അങ്ങ് വിഴുങ്ങും എന്ന് പറയുന്നത് ശരിയല്ല. അവർക്ക് തോറ്റുപോകും. CPM തകരുമല്ലേ, അതിന്റെ കൂടെ ഇവരും തകരും. പിന്നെ അവര് വിഴുങ്ങിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതുപോലെ ഈ കോവൂർ കുഞ്ഞുമോന്റെ സീറ്റ്, അത് കോവൂർ കുഞ്ഞുമോൻ ഘടകകക്ഷിയല്ല, അസോസിയേറ്റ് ലെനിനിസ്റ്റ് എന്നും പറഞ്ഞ കക്ഷിയായിട്ട്. പക്ഷേ കുഞ്ഞുമോനെതിരെ ഒരു വികാരം ഉണ്ട് അവിടെ. കോവൂർ കുന്നത്തൂര് ഒരു ബന്ധുവാണ് UDF സ്ഥാനാർത്ഥി. കുന്നത്തൂര് കഴിഞ്ഞ 2 തവണയായിട്ട് മത്സരിക്കുന്നത് RSPയുടെ. പിണറായിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചിലപ്പോൾ ആ സീറ്റ് ഏറ്റെടുത്തൊന്ന് വരാം. പിന്നെ ഗണേശന്റെ സീറ്റ് തുടരും. ഗണേശ് തോക്കാനാണ് സാധ്യത. ഇപ്പോൾ ഈ ലോക്കൽ ബോഡിയിൽ കുറച്ച് ലീഡുണ്ട് UDFന്. ചാമക്കാല അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്.
പക്ഷേ ഗണേശൻ തോക്കാൻ എന്ത് സാധ്യത? കാരണം വലിയ ജനപ്രിയനാണ്, 5 തവണയായിട്ട് ആണ്. എന്നാൽ ഈ പിണറായിയോടുള്ള എതിർപ്പ് എല്ലാവർക്കും കിട്ടുമല്ലോ. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും കിട്ടും. പിന്നെ അതെത്ര നന്മയുള്ളവരാണെന്ന് പറഞ്ഞാലും ഇവരും കൂടി ഏറ്റുവാങ്ങേണ്ടി വരും. മുല്ലപ്പൊടിയെ അതെ, പൂപ്പൊടി ഏറ്റുകിടക്കും കല്ലിനുണ്ട് പറഞ്ഞ പോലെ. നേരെ തിരിച്ചും സൗരഭ്യത്തിന് പകരം ദുർഗന്ധമാണെങ്കിലും വരും, അതും വരും. അപ്പൊ LDF-ലെ ഘടകകക്ഷികൾ ഇല്ലാതാകും. UDF-ൽ പല ഘടകകക്ഷികൾ ഇനി ജീവൻ വെച്ച് വരികയും ചെയ്യും. ഇപ്പൊ RSPക്ക് ഇപ്പൊ ഒരു സീറ്റും ഇല്ല. RSPക്ക് കുറഞ്ഞ 2 സീറ്റെങ്കിലും കിട്ടും ഇത്തവണ. പിന്നെ അതിനകത്ത് CMPക്ക് സീറ്റ് ഇല്ലായിരുന്നു, അവർക്ക് കിട്ടും. പിന്നെ ജോസഫ് ഗ്രൂപ്പിന് ഇപ്പൊ 2 ഉള്ളൂ. അതൊരു 3-4 ആയെന്ന്. എല്ലാവർക്കും സീറ്റ് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ഓക്കെ. CPM-നാണെങ്കിൽ അവർക്ക് പകുതിയിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി ആവും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.